സെലൻസ്കി ഇപ്പോൾ ഒരു കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. ടോമഹോക്ക് ക്രൂസ് മിസൈൽസ് അമേരിക്ക എത്രയും പെട്ടെന്ന് ഉക്രൈന് നൽകും. അങ്ങനെ നൽകിയതിനു ശേഷം റഷ്യയുടെ മിലിറ്ററി ടാർഗറ്റ്സിൽ മാത്രമേ ഞാനത് ഉപയോഗിക്കൂ എന്ന് ട്രംപിന് ഞാനൊരു വാക്ക് നൽകിയെന്ന് സെലൻസ്കി പറയുന്നു. ഇത് കേൾക്കാൻ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. അപ്പോൾ ടോമഹോക്ക് ക്രൂസ് മിസൈൽസ് വരികയാണെങ്കിൽ നിങ്ങൾ റഷ്യയുടെ മിലിറ്ററി ടാർഗറ്റ്സിനെ റഷ്യയ്ക്കുള്ളിൽ തന്നെ ആക്രമിക്കും. എന്നാൽ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനിൽ പറയുന്നത് എന്താണ്? ഫോറിൻ മെയ്ഡ് മിസൈൽസ് ഉപയോഗിച്ച് കൺവെൻഷൻ ലോസ് സംഭവിച്ചാലും അല്ലെങ്കിൽ മിലിറ്ററി സൈറ്റ്സിൽ നേരിട്ടൊരാഘാതം സംഭവിച്ചാൽ, ഇപ്പോൾ മോസ്കോയുടെ സംരക്ഷണത്തിന് ഭംഗം വരുന്ന രീതിയിൽ ഒരു ആക്രമണം നടക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ റെസ്പോൺസ് നൽകാൻ തയ്യാറാണ് എന്നാണ് ഡോക്ട്രൈനിൽ പറയുന്നത്. ഇവയേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും ദിവസങ്ങളെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അമേരിക്കയുടെ സഹായമില്ലാതെ ഇവിടെ റഷ്യക്കെതിരെ ഉക്രൈൻ ഒരു സ്ട്രൈക്കും ചെയ്യുന്നില്ല. അവരുടെ ഇന്റലിജൻസ് ഇൻപുട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഏറെ ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് ഇന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ മാത്രമല്ല, ഉക്രൈൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതെ, അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ലോങ് റേഞ്ച് സ്ട്രൈക്സ് റഷ്യയ്ക്കുള്ളിൽ ചെയ്യുന്നത്. ഇതിന് അമേരിക്കയുടെ ഇന്റലിജൻസ് ഞങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളൊരു വാർത്ത പ്രധാനപ്പെട്ട ഡ്രോൺ യൂണിറ്റിന്റെ ഹെഡ് തന്നെ ഈ ഒരു സത്യം പുറത്തുവിട്ടു. ഇത് ഉക്രൈന് തന്നെ ബാക്ക്ഫയർ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ടോമഹോക്ക് ഉപയോഗിച്ച് ഉക്രൈൻ ശരിക്കും ഒരു വലിയ പദ്ധതി തയ്യാറാക്കുകയാണ്. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഈ ടോമഹോക്ക് എന്നത് അമേരിക്കയുടെ നാവികസേനയ്ക്ക് വളരെ പ്രധാനപ്പെട്ട മിസൈലാണ്. കാരണം ഇതിന്റെ റേഞ്ച് എന്നത് ചില മിസൈലൊക്കെ 2700 കിലോമീറ്റർ വരെയും റേഞ്ച് റീച്ച് ചെയ്യുന്ന രീതിയിലാണ് അമേരിക്ക നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല വളരെ പവർഫുള്ളായ ഒരു മിസൈൽ. ഇവരുടെ ചില വേരിയന്റിനെ സംബന്ധിച്ചിടത്തോളം ന്യൂക്ലിയർ ക്യാപ്പബിൾ വാർഹെഡ് കൊണ്ടുപോകാൻ കഴിവുള്ള മിസൈലായി അമേരിക്ക ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിസൈൽ ഉക്രൈന് നൽകാൻ പോകുന്നത് തന്നെ വലിയൊരു സംഭവമായിട്ടാണ് കാണുന്നത്. അടുത്തിടെ സെലൻസ്കിയും ട്രംപും തമ്മിൽ ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭാഷണത്തിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നു. ആദ്യം ആരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്? ആരാണ് ടോമഹോക്ക് ഉക്രൈന് നൽകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു വെച്ചത്? ഈ വിവരങ്ങളൊക്കെ മുഴുവൻ ടൈം ലൈനോടുകൂടി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ ആദ്യത്തെ ചർച്ച ജൂലൈ മാസത്തിലാണ് ആരംഭിച്ചത്. ജൂലൈ മാസം 6-ാം തീയതി അമേരിക്ക സെലൻസ്കിയോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഏറെ ദിവസമായി റഷ്യ ആക്രമിക്കാനായി വെപ്പൺസ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു വെപ്പൺ ഓഫർ ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു വെപ്പൺ തന്നാൽ നിങ്ങൾ അത് എന്തിനു വേണ്ടി ഉപയോഗിക്കും? അത് ഉപയോഗിച്ച് ഏത് ടാർഗറ്റിനായിരിക്കും ലക്ഷ്യം വയ്ക്കുക? ഇങ്ങനെ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് ആവശ്യമാണ്. ഞാനൊരു മിസൈൽ നൽകാം, ലോങ് റേഞ്ച് മിസൈൽ നൽകിയാൽ അത് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യും? ഈ ഒരു ലിസ്റ്റ് സെലൻസ്കിയോട് ചോദിക്കുന്നു. ഇതിന് സെലൻസ്കി പ്രധാനമായും പറഞ്ഞൊരു കാര്യം, ഉക്രൈന് എതിരെ റഷ്യ ഉപയോഗിക്കുന്ന മിലിറ്ററി സൈറ്റ്സ്, എയർഫീൽഡ്സ്, എയർ ബേസസ്, നേവൽ സ്റ്റേഷൻസ്, ഡ്രോൺ മാനുഫാക്ചറിംഗ് ഹബ്സ്, മിസൈൽ മാനുഫാക്ചറിംഗ് ഹബ്സ്, ഇവയെല്ലാം ഞാൻ ആക്രമിക്കും. സിവിലിയൻ ടാർഗറ്റ്സിനെ തൊടില്ല എന്നും പറഞ്ഞു. ഈ ലിസ്റ്റിൽ മോസ്കോ ഉണ്ടോ എന്ന് നോക്കിയാൽ എവിടെയെല്ലാമാണ് ഉക്രൈന് എതിരെയുള്ള മിസൈൽ മാനുഫാക്ചർ ചെയ്യുന്നത് ആ സൈറ്റ്സിനെ എല്ലാം ആക്രമിക്കുമെന്നവർ മെൻഷൻ ചെയ്തിരുന്നല്ലോ. ഇവിടെ ഈ ടൈം ലൈൻ മാച്ച് ആകുന്നുണ്ടോ എന്നുള്ളത് കൂടെ അറിയണം. ജൂലൈ മാസത്തിലായിരുന്നു ട്രംപ് ഒരു കാര്യം പറഞ്ഞത്, മോസ്കോയെ ആക്രമിക്കാൻ ഉക്രൈന് ഞങ്ങൾ പെർമിഷൻ നൽകും. എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ചയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ പറയുന്ന ഈ ടൈം ലൈൻ, ഉക്രൈൻ്റെ പക്കൽ നിന്ന് വരുന്ന ഈ ടൈം ലൈൻ എല്ലാം മാച്ച് ആകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ട്. അത് കൺഫേം തന്നെയാണ്. ഇനി അടുത്തിടെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഫോൺ കോൺവെർസേഷൻ, വീണ്ടും സെലൻസ്കിയോട് ട്രംപ് ഒരു ഉറപ്പ് ചോദിച്ചിട്ടുണ്ട്. നിനക്ക് തീർച്ചയായും ഞാൻ മിസൈൽ നൽകാം, എന്നാൽ ഞാൻ നൽകുന്ന മിസൈൽ കാരണം നിനക്ക് വിജയം ലഭിക്കുന്ന രീതിയിലുള്ള ടാർഗറ്റ്സിന് വേണം സെലക്ട് ചെയ്യാൻ. ഉക്രൈന് ഒരു പോസിറ്റീവ് അപ്രോച്ച് ലഭിക്കണം. ഉക്രൈന് വിജയം ലഭിക്കാൻ സഹായിക്കുന്ന ടാർഗറ്റ്സിന് മാത്രമേ നിങ്ങൾ ലക്ഷ്യം വയ്ക്കാവൂ, ചൂസ് ചെയ്യാവൂ. ഇങ്ങനൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ടോമഹോക്ക് മിസൈൽസ് ഉക്രൈനിലേക്ക് വരുമെന്നത് കൺഫേം ആണ്. എന്നാൽ ഇതിൽ MTCR ഗൈഡ് ലൈൻസ് ഉള്ളതുകൊണ്ട് ചില പ്രത്യേക റേഞ്ചിനുള്ളിൽ മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. റേഞ്ചിന് മുകളിലുള്ള മിസൈൽസ് നൽകാനും കഴിയില്ല. അങ്ങനെ നോക്കിയാൽ ഒരു 400 ആവറേജ് ആ ഒരു റേഞ്ചിൽ മാത്രമേ നൽകാൻ കഴിയൂ. മാക്സിമം ഒരു 500, അതിന് മുകളിൽ മിസൈൽസ് നൽകാൻ കഴിയില്ല, പറയാൻ സാധിക്കില്ല. പിന്നിലൂടെ ഇവർ ഒരു പക്ഷേ ലോങ് റേഞ്ച് 1000 കിലോമീറ്ററോളം പോകാൻ കഴിവുള്ള മിസൈൽസ് നൽകാനും സാധ്യതയുണ്ട്. ഇവരൊന്നും വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ ടോമഹോക്ക് മോസ്കോയിൽ ഒരു ആക്രമണം നടത്തിയാൽ അത് റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈനെ ട്രിഗർ ആക്കും. കാരണം അടുത്തിടെ നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ സംസാരിച്ചിരുന്നു. റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ എന്താണ്, മുൻപുണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചതാണ്. അങ്ങനെയുള്ളപ്പോൾ മോസ്കോയിൽ അല്ലെങ്കിൽ ക്രെംലിനെതിരെയുള്ള ഒരു അറ്റാക്ക് ടോമഹോക്ക് ചെയ്യുകയാണെങ്കിൽ
ഇനി ക്രെംലിനിൽ ഒരു ടോംഹോക്ക് ക്രൂയിസ് മിസൈൽസ് വീണ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ അതിനേക്കാൾ റഷ്യയുടെ ന്യൂക്ലിയർ ഡോക്ട്രൈൻ ട്രിഗർ ചെയ്യുന്ന മറ്റൊരു കാര്യം പിന്നെ ഉണ്ടാവുകയില്ല. അവിടെ 2024 ന്യൂക്ലിയർ ഡോക്ട്രൈൻ അപ്ഡേറ്റ് അനുസരിച്ച് പറഞ്ഞിട്ടുള്ളത് ക്രെംലിൻ എന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കമാൻഡ് ഇൻഫ്രയ്ക്ക് കീഴിലാണ് വരിക. അതിനെ സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ആ ആക്രമണം ചെയ്യാനുള്ള മിസൈൽ ആരാണോ നൽകിയത് അവർക്കെതിരെയുള്ള ഒരു റെസ്പോൺസ് റഷ്യയെ കൊണ്ട് നൽകാൻ കഴിയും. ഇത് അമേരിക്കയ്ക്കും നന്നായി അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ അവർ കൊണ്ടുവരുന്നത്? ഒരു പക്ഷേ ഗാസയ്ക്കുള്ളിൽ പീസ് ഡീൽ അവസാനിച്ചല്ലോ, അതുകൊണ്ട് അടുത്ത് റഷ്യൻ പ്രസിഡന്റിനെ സമ്മതിപ്പിക്കണം എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ ഓപ്പറേഷൻ ആണോ എന്നൊന്നും അറിയില്ല. എന്നാൽ ഇവരുടെ ഗെയിം പ്ലാൻ അവിടെ ക്ലിയർ ആണ്. ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ട് സെലൻസ്കി എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി ചെയ്താൽ അമേരിക്ക ഒരു സൈഡ് ഒതുങ്ങി നിൽക്കും, അകത്തേക്ക് വരില്ല. അവസാനം അകപ്പെടാൻ പോകുന്നത് സെലൻസ്കി മാത്രമായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അമേരിക്കയുടെ സഹായമാണ്. അടുത്തിടെ റഷ്യയുടെ ഒരു ഓയിൽ റെഫൈനറി യുക്രൈൻ ആക്രമിച്ചിരുന്നു. ഇത് യുക്രൈൻ അതിർത്തിയിൽ നിന്നും 1400 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്. റഷ്യയുടെ ഒരു ക്രിട്ടിക്കൽ അസറ്റ് ആണിത്. ഈ സ്ട്രൈക്ക് ചെയ്തതിൽ അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നതായി ഡ്രോൺ സ്ട്രൈക്ക് ചെയ്ത ഡ്രോൺ യൂണിറ്റിന്റെ ചീഫ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നെയിം പുറത്തുവിടാതെ ഒരു മാധ്യമത്തിന് അദ്ദേഹം ഇന്റർവ്യൂ നൽകിയിട്ടുണ്ട്. സത്യത്തിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഈ സ്ട്രൈക്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് ആവശ്യമായ കോർഡിനേറ്റ്സ് അവരാണ് നൽകുന്നത്. ഈ സൈഡിൽ ഡ്രോൺ ലോഞ്ച് ചെയ്യുക, ഈ സമയത്ത് ഡ്രോൺ ലോഞ്ച് ചെയ്യുക, കൃത്യം ഈ ഒരു പൊസിഷനിൽ നിന്നും ലോഞ്ച് ചെയ്യുക, ഇങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കോർഡിനേറ്റ്സും നൽകുന്നുണ്ട്. അമേരിക്കയുടെ പക്കൽ നിന്ന് വരുന്ന കമാൻഡ് ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് പുറത്ത് ഔട്ട്പുട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ലിറ്ററലി നോക്കിയാൽ അമേരിക്കയുടെ ഗൈഡൻസോടു കൂടിയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഈ ഒരു കാര്യം അദ്ദേഹം പുറത്തു പറഞ്ഞു. റഷ്യ ഇതിന് മുൻപ് നടത്തിയ ഒരു കുറ്റാരോപണമുണ്ട്. നാറ്റോ മിസൈൽ ഓപ്പറേറ്റേഴ്സ് അകത്തുണ്ട്, നാറ്റോയുടെ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഓപ്പറേറ്റേഴ്സ് അകത്തുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഉക്രൈൻ സൈനികർക്ക് ട്രെയിനിങ് നൽകുന്നു എന്ന പേരിൽ റഷ്യക്കെതിരെയുള്ള അറ്റാക്കുകൾ ചെയ്യുകയാണ്. റഷ്യയുടെ അറ്റാക്കിനെ എല്ലാം ഇവർ ഡിഫെൻഡ് ചെയ്യുന്നു. ഇതിനകം ഞങ്ങൾ നാറ്റോയുമായി ഒരു വാറിലാണ് എന്ന് റഷ്യ 7 ദിവസമായി പറയുന്നുണ്ട്. എന്നാൽ അതിപ്പോ കൺഫേം ആയിട്ടുണ്ട്. എന്നാൽ സെലൻസ്കിക്ക് മറ്റു മാർഗമില്ലല്ലോ, ഇതൊന്നും ഇങ്ങനെ നേരിട്ട് പറയാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു വാർത്തയെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇല്ലില്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ല, ഇതൊരു ഫേക്കായ കാര്യമാണ്, ഞങ്ങളുടെ ചീഫ്സോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഡ്രോൺ ഓപ്പറേറ്റിംഗ് യൂണിറ്റ്സിന്റെ ഹെഡ്സോ ആരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടേയില്ല. സത്യത്തിൽ ഇത് വന്നത് ഫിനാൻഷ്യൽ ടൈംസിലാണ്. അറിയാം, വളരെ ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നാണ് ഈ ഒരു വാർത്ത വന്നത് തന്നെ. അദ്ദേഹത്തിന്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് പേര് മാത്രം മെൻഷൻ ചെയ്തിട്ടില്ല. യുദ്ധക്കളത്തിൽ നിന്നും വരുന്ന വാർത്തകളിൽ കൂടുതലായും അവരുടെ നെയിംസ് ഒന്നും പുറത്ത് കാണിക്കില്ല, സെക്യൂരിറ്റി റീസൺസ് കാരണം ഐഡന്റിറ്റി പുറത്തേക്ക് വന്നാൽ അവരുടെ ജീവന് തന്നെ ഒരു പക്ഷേ ആപത്തായി മാറും. ബാറ്റിൽ ഫീൽഡിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെയാണ്, ഐഡന്റിറ്റി റിവീൽ ചെയ്യില്ല. എന്നിട്ടും സെലൻസ്കി എന്തുകൊണ്ട് വളരെ ഈസിയായി ഇതിനെ മാറ്റി പറയുന്നു? അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം റഷ്യ റിയാക്ട് ചെയ്യാതിരിക്കില്ല. ഇനി നിങ്ങൾ പറഞ്ഞു എന്ന് കരുതി റഷ്യ അത് വിശ്വസിക്കാനും പോകുന്നില്ല. ഈ വരുന്ന സഹായം അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന സഹായം എന്തുകൊണ്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ല? എല്ലാ രാജ്യങ്ങൾക്കും അറിയാം അകത്ത് എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സഹായമാണ് വരുന്നത് എന്ന്. എന്നിട്ടും ഇത് പൂർണ്ണമായും റിജക്ട് ചെയ്യുക എന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇതിനകം എല്ലാവർക്കും അറിയാം. പക്ഷെ ഇപ്പോൾ ഒന്നുകൂടെ കൺഫേം ആയിട്ടുണ്ട്, അത്രമാത്രം. ഇതിനുശേഷം ഉക്രൈൻ ചെയ്ത മറ്റൊരു കാര്യം, സാബ്രോസീഷ്യ ഫ്രണ്ടിൽ അവരുടെ കൗണ്ടർ ഒഫൻസീവ് ആരംഭിച്ചിട്ടുണ്ട്. ഈ കൗണ്ടർ ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ തന്നെ 2023 ലെപ്പേർഡിനെയൊക്കെ അകത്തേക്ക് അയച്ചു വലിയ തിരിച്ചടി വാങ്ങിയിട്ട് അവർ തിരികെ ഇറങ്ങി. പിന്നീട് ഈ കൗണ്ടർ ഒഫൻസീവ് എന്ന് പറഞ്ഞാൽ തന്നെ ഉക്രൈൻ അതിൽ വലിയ വിജയമൊന്നും ലഭിച്ചിട്ടേ ഇല്ല. അടുത്തിടെ അവർ ചെയ്തത് സാബ്രോസീഷ്യ ഫ്രണ്ടിൽ റഷ്യയുടെ കൺട്രോൾ ലൈൻസിനെ പതിയെ ഒന്ന് ഡാമേജ് ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ മൂവ്മെന്റ് അവർ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല റഷ്യ സാബ്രോസീഷ്യ ഫ്രണ്ടിൽ എത്രത്തോളം ഡിഫൻസ് സ്ട്രോങ് ചെയ്യുന്നുണ്ടോ അത്തരത്തിൽ ഡൊണറ്റ്സ്ക് പ്രദേശത്തും സ്ട്രോങ് ചെയ്യാൻ പാടില്ല എന്നതിനു വേണ്ടി പ്രധാനപ്പെട്ട പല ഹൈവേസിൽ നിന്നും ലാർജ് ഹബ്സിനെ വിഭജിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉക്രൈന് ഒരു നേട്ടമായി തന്നെ മാറും. അതായത് ഒരു റോഡ് റഷ്യ നശിപ്പിച്ചാൽ പോലും തൊട്ടടുത്തുള്ള മറ്റൊരു കണക്റ്റിംഗ് ഹബ്ബ് വഴി ഈ ട്രാൻസ്പോർട്ട്സ് എല്ലാം തടസ്സമില്ലാതെ റഷ്യക്കെതിരെ ഉക്രൈനെ കൊണ്ട് ഫ്രണ്ട് ലൈനിലേക്ക് അയക്കാൻ കഴിയും. അപ്പോൾ യുദ്ധം എന്നത് സാബ്രോസീഷ്യ ഫ്രണ്ടിൽ ഒരു പുതിയ രീതിയിലേക്ക് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഉക്രൈന്റെ കൗണ്ടർ ഒഫൻസീവ് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ അവർ നദിയുടെ മറുകരയിലേക്ക് ചെന്ന് റഷ്യയെ ഗ്രൗണ്ട് വിട്ട് പുറത്തേക്ക് പുഷ് ചെയ്യണം. എന്നാൽ അത് ഉക്രൈൻ ഒരു സൂയിസൈഡ് മിഷൻ പോലെയാകും. അതവർ ചെയ്യുമോ എന്നറിയില്ല. ഇപ്പോഴത്തേക്ക് ഏരിയൽ സ്ട്രൈക്സും കൂടുതൽ ആർട്ടിലറീസ് ഉപയോഗിച്ചും മറുകരയിലുള്ള റഷ്യൻ സൈനികരെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെറിയ സ്ട്രൈക്സ് ഗ്രൂപ്പിനെ ആറിന്റെ മറുകരയിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങളും എടുത്തിട്ടുണ്ട്. ഇത് വിജയിക്കുമോ എന്നൊന്നും അറിയില്ല. ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസ് വാങ്ങുന്നതുവരെയും ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റണ്ട് സെലൻസ്കി ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ സഹായം പുറത്തുനിന്ന് വരികയുള്ളൂ. ഇല്ലെങ്കിൽ ട്രംപ് സഹായം ചെയ്യില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാറ്റോ മിസൈൽ ഓപ്പറേറ്റേഴ്സ്, ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് ഉക്രൈനുള്ളിൽ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ അത് ഇപ്പോഴും സമ്മതിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? ഒരു പക്ഷേ ടോമഹോക്ക് ക്രൂയിസ് മിസൈൽസ്
മോസ്കോയിൽ സ്ട്രൈക്ക് ചെയ്താൽ, ക്രെംലിനിൽ സ്ട്രൈക്ക് ചെയ്താലോ അതിന് പുട്ടിന്റെ റെസ്പോൺസ് ഏത് തരത്തിലായിരിക്കും? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കാരണം സെലൻസ്കി വളരെ എളുപ്പത്തിൽ ഈ പ്രശ്നം വലുതാക്കാൻ സാധിക്കും, പക്ഷെ അത് അവസാനിപ്പിക്കാൻ ആർക്കും അറിയില്ല. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കിയ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.